അസ്സാം വലൈക്കും. കഴിഞ്ഞ 3 വീഡിയോകളിലായിട്ട് നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാണ് എന്ന വിഷയത്തിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പ്രമാണങ്ങൾ നിരത്തിക്കൊണ്ട് ജബ്ബാർ പറയുന്നത് തെറ്റാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 20ഓളം വീഡിയോകൾ ചെയ്തുകൊണ്ട് ജബ്ബാർ ജനമനസ്സുകളിൽ കുത്തിവെച്ചിട്ടുള്ള വിഷം ഇന്നതാണ് എന്ന് വ്യക്തമാക്കാൻ വേണ്ടി ജബ്ബാർ ഉദ്ധരിക്കുന്ന അതേ പ്രമാണം ഇബ്നു കത്തീർ തഫ്സീർ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഞാനത് വ്യക്തമാക്കുകയുണ്ടായി. അതിനുശേഷവും ജനങ്ങൾക്ക് കുറേ ആളുകൾക്ക് കുറേ സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതിൽ കമന്റിൽ വന്നിട്ടുള്ള ചില സംശയങ്ങൾക്ക് മറുപടി പറയുക എന്നാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമതായിട്ട് ഒരു വ്യക്തി, അനിൽ നായർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു സംശയം ഉന്നയിക്കുന്നുണ്ട്. ആ സംശയം എന്താണെന്ന് അദ്ദേഹത്തിന്റെ കമന്റിലേക്ക് പോയി നമുക്കൊന്ന് കാണാം. ജബ്ബാർ പറഞ്ഞത് വ്യക്തമാണ്. അവതര സന്ദർഭം തഫ്സീർ എല്ലാം മുഹമ്മദ് മരിച്ചു കഴിഞ്ഞ് 100-200 വർഷങ്ങൾക്ക് ശേഷമാണ് എഴുതിയത്. ഇവിടെ മിസ്റ്റർ അനിൽ മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ തഫ്സീർ എന്ന് പറഞ്ഞാൽ എന്താണ്? തഫ്സീർ നിങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നത് സബബൻ നുസൂൽ മാത്രമാണ് എന്നാണോ? അല്ല. തഫ്സീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബബൻ നുസൂൽ അതിന്റെ ഒരു ഭാഗമാണ്. എന്നാൽ ഈ ആയത്ത് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? പ്രത്യക്ഷത്തിൽ ജനങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകാത്തതിന് അതിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇതിന് പ്രവാചകൻ അനുമതി നൽകിയോ അനുമതി നൽകിയില്ലയോ, അത് മൗനാനുവാദമാണോ, പ്രവർത്തിച്ചു കാണിച്ചതാണോ, എന്താണ് ഈ ആയത്തിന്റെ ഉദ്ദേശം എന്ന് മുഴുവനായിട്ടും വിവരിക്കുന്നതാണ് തഫ്സീർ എന്ന് പറയുന്നത്. ഈ തഫ്സീർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഉള്ളതാണ്. കാരണം അതിൽ തഫ്സീറുകാരിൽ അഗ്രഗണ്യനായിട്ട് നിൽക്കുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ആണ്. അദ്ദേഹത്തെ വെല്ലുന്ന ഒരു തഫ്സീറുകാരും ഇന്ന് വരെ ലോകത്തിൽ ഉണ്ടായിട്ടില്ല. യൗമുൽ ഖിയാമത്ത് വരെ ഉണ്ടാകാനും സാധ്യതയില്ല. അപ്പോൾ അദ്ദേഹമാണ് ഒന്നാമത്തെ തഫ്സീർ ഗ്രന്ഥകാരൻ. തഫ്സീറുകൾ നബിയുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ നബിയുടെ കാലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതപ്പെട്ടിട്ടില്ല. ആ തഫ്സീറുകൾ, ഒരുപാട് തഫ്സീറുകൾ, വളരെ ഫേമസ് ആയിട്ടുള്ള തഫ്സീറുകൾ ഉണ്ട്. ആ തഫ്സീർ ഗ്രന്ഥകാരന്മാർ അവർ എഴുതിയ അവരുടെ അഭിപ്രായമാണെന്നാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ള അനിൽ മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ സുഹൃത്തെ, അവരുടെ അഭിപ്രായങ്ങൾ ഒന്നും തന്നെ തഫ്സീർ ഗ്രന്ഥകാരന്മാർ അവരുടെ അഭിപ്രായങ്ങൾ ഒന്നും തന്നെ അതിൽ രേഖപ്പെടുത്തിയിട്ടില്ല. 0 ആണ് അവരുടെ അഭിപ്രായങ്ങൾ. അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹാബിമാർ കേട്ടതും കണ്ടതും നബി അനുവദിച്ചതും നബി അതിനെ വിരോധിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനാനുവാദം നൽകിയതും എല്ലാം അവരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് തഫ്സീർ ഗ്രന്ഥകാരന്മാർ അവരുടെ തഫ്സീറുകളിൽ അവതരിപ്പിച്ചു. ഇതൊക്കെ സത്യസന്ധമായിട്ട് ചെസ്റ്റ് ടു ചെസ്റ്റ്, നെഞ്ചിൽ നിന്ന് നെഞ്ചിലേക്ക് പകർത്തപ്പെട്ടതിനെ പുസ്തകത്തിലേക്ക് പകർത്തിയെന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് തഫ്സീറിനെ സംശയിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ സംശയിക്കപ്പെടേണ്ട ചില തഫ്സീറുകളുണ്ട്. അത് തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള തഫ്സീർ, ഒരു കള്ള തഫ്സീർ ഉണ്ട്. അതാണ് ജബ്ബാർ എപ്പോഴും ഉദ്ധരിക്കുന്നത്. ആ സൈറ്റിന്റെ പേര് തന്നെ തഫ്സീർ എന്നാണ്. ആ സൈറ്റ് ജോർദാന്റെ സൈറ്റാണെന്നാണ് ജബ്ബാർ വാദിക്കുന്നത്. ഇത് ജോർദാന്റെ സൈറ്റ് അല്ല, ഇതൊരു കള്ള സൈറ്റാണ്. ഇത് മുസ്ലിങ്ങൾക്ക് എതിരെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു സൈറ്റാണ്. അതുകൊണ്ട് ഈ തഫ്സീർ എന്ന സൈറ്റിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുക. അതിൽ പറയുന്നത് തഫ്സീർ ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരു തഫ്സീർ കാണിക്കുന്നുണ്ട്. ആ തഫ്സീർ കള്ള തഫ്സീറാണ് എന്ന് വിക്കിപീഡിയയിൽ നിങ്ങൾക്ക് കാണാം. ഈ സ്ക്രീൻ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയും. ജബ്ബാർ എപ്പോഴും ഈ കള്ള തഫ്സീറാണ് ഇദ്ദേഹം അവിടെ അവതരിപ്പിക്കുന്നത്. എന്നാൽ മുസ്ലിം ലോകം അംഗീകരിച്ചിട്ടുള്ള ഒരുപാട് തഫ്സീറുകളുണ്ട്. അതിൽ നിന്നാണ് ഉദ്ധരിക്കേണ്ടത്, അതിൽ നിന്നാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് സാന്ദർഭികമായിട്ട് പറയുകയാണ്. ഇനി ഇദ്ദേഹത്തിന്റെ അടുത്ത സംശയത്തിലേക്ക് പോകാം. അതിനാൽ ഇസ്ലാമിൽ ഖുർആൻ 2:223 പ്രകാരം ഗുദഭോഗം അനുവദിക്കുന്നു എന്ന് തർക്കമുണ്ട്. സുഹൃത്തെ, ഇസ്ലാമിൽ ഗുദഭോഗം അനുവദിക്കുന്നു എന്ന തർക്കം ഇല്ല, 100% ഇല്ല. ഇത് ജബ്ബാർ കുത്തിവെച്ചിട്ടുള്ള ഒരു വിഷമാണ്. കാരണം ഇസ്ലാമിന്റെ വീക്ഷണം ഇതേ തഫ്സീറിന്റെ ഇബ്നു കസീറിന്റെ ലാസ്റ്റിലേക്ക് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് അത് പറയുകയുണ്ടായി. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അള്ളാഹു സത്യം പറയാൻ ലജ്ജിക്കുന്നില്ല എന്ന് 3 പ്രാവശ്യം. അള്ളാഹു സത്യം പറയാൻ ലജ്ജിക്കുന്നില്ല, അള്ളാഹു സത്യം പറയാൻ ലജ്ജിക്കുന്നില്ല, നിങ്ങൾ സ്ത്രീകളുമായി ഗുദഭോഗത്തിൽ ഏർപ്പെടരുത്. ഇതൊരു ആജ്ഞയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള ഒരു ആജ്ഞയാണിത്. ഈ ആജ്ഞ നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് തർക്കത്തിൽ ഖുർആനിന് അവസരമുണ്ടാകുന്നു എന്ന് അനിൽ പറയുന്നത്? ഇതിൽ ഒരു തർക്കവുമില്ല. രണ്ടാമതായിട്ട്, ഇനി അത് പുരുഷന്മാർ തമ്മിലാണ് ഒരു ഗുദഭോഗം നടത്തിയതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ്, ഈസാ അലൈഹിസ്സലാമിന് മുമ്പ്, മൂസ അലൈഹിസ്സലാമിന് മുൻപ്, ലൂത്ത് അലൈഹിസ്സലാമിന്റെ കാലത്ത് ഒരു ജനതയെ മുഴുവൻ
അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമേൽ മറിച്ചു, അവരെ നശിപ്പിച്ചു, ഇല്ലാതാക്കി. കാരണം അവർ ഭൂതഭോഗം ചെയ്തു എന്നുള്ളതാണ്. അത്തരത്തിൽ വിശ്വസിക്കുന്ന ഒരു ഇസ്ലാം തത്വസംഹിതയ്ക്കകത്ത് എവിടെയാണ് സുഹൃത്തെ തർക്കം നിലനിൽക്കുന്നത് എന്ന് പറയുന്നത്? അത് ജബ്ബാർ ഇഞ്ചക്ട് ചെയ്തിട്ടുള്ള വിഷയമാണ്. അതേ ഇബ്നു തഫ്സീറിൽ രണ്ടാമത്തെ ഹദീസ്, അത് തിർമിദിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. ആ ഹദീസിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹു ഒരുവനെ നോക്കുകയില്ല അവൻ ഒരു സ്ത്രീയുമായോ ഒരു പുരുഷനുമായോ ഭൂതഭോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എത്ര നിന്ദ്യനാണ്, നീചനാണ്, നികൃഷ്ടനാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുന്ന വ്യക്തി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പറയപ്പെട്ടിട്ടുള്ള ഹദീസാണ് ഈ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഭൂതഭോഗത്തെക്കുറിച്ച് തർക്കം നിലനിൽക്കുന്നത് എന്ന് പറയുന്നത്? ആർക്കാണ് തർക്കം? ലോകത്ത് ഒരാൾക്കും തന്നെ തർക്കമില്ല, അങ്ങനെ ചെയ്യുന്നവൻ നീചനാണ്, നികൃഷ്ടനാണ് എന്നാണ് പറയുന്നത്. ഇനി അതേ ഇബ്നു കസീർ തഫ്സീറിന്റെ അവസാനത്തിൽ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു വ്യക്തി ഭൂതഭോഗം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പുരുഷനോടാവട്ടെ സ്ത്രീയോടാവട്ടെ, അങ്ങനെ ചെയ്യുന്നവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, കുഫ്റാണെന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ അതിന്റെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു. ഭൂതഭോഗം ചെയ്യുന്നത് കുഫ്റാണ്. കുഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിശ്വാസം, കാഫിറാവും, ഇസ്ലാമിൽ നിന്ന് പോകും. ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ തർക്കം നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളെ ബുദ്ധി മരവിച്ചിരിക്കുന്നു മിസ്റ്റർ അനിൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്തത് ഇദ്ദേഹത്തിന്റെ സംശയത്തിലേക്ക് പോകാം. സർവശക്തനായ എല്ലാം മുൻകൂട്ടി അറിയാവുന്ന അള്ളാഹു ഖുർആൻ ആയത്തിൽ ഭൂതഭോഗം തെറ്റാണ് എന്ന് പറയാത്തതാണ് പ്രശ്നം. അതൊരു വല്ലാത്ത പ്രശ്നമായിപ്പോയി സുഹൃത്തെ. ഖുർആനെ കുറിച്ച് ഞങ്ങൾ പറയുന്നത് ഹോളി ഖുർആൻ, പരിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഖുർആൻ എന്നാണ് പറയുക. അപ്പൊ പരിശുദ്ധവും വിശുദ്ധവുമായ ഒരു പുസ്തകത്തിനകത്ത് ഭൂതഭോഗം എന്ന വാക്ക്, അശ്ലീല വാക്ക്, അതും എഴുതി വെക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഭൂതഭോഗം അത് ഹറാമാണ്, അങ്ങനെ ചെയ്യുന്നവൻ കാഫിറാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുർആൻ ആരാ കൊണ്ടുവന്നത്? ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതാണ്, അള്ളാഹുവിന്റെ വചനങ്ങളാണ്. അതേ അള്ളാഹുവിൽ നിന്നുള്ള വിഷയങ്ങൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിൽ കൂടെ, വാക്കുകളിൽ കൂടെ അവതരിപ്പിക്കുന്നതാണ് ഹദീസ്. അതിന്റെ ആശയം അള്ളാഹുവിൻ്റെതാണ്, ഭാഷ നബിയുടേതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അങ്ങനെ ചെയ്താൽ കാഫിറാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ വിഷയം. പിന്നെ എന്തിനാണ് ഈ വിശുദ്ധമായിട്ടുള്ള പുസ്തകത്തിൽ ഭൂതഭോഗം എന്ന വാക്കുണ്ടാവേണ്ട ആവശ്യം? അപ്പോ അനിൽ മനസ്സിലാക്കേണ്ടത്, വൃത്തികേടുകളും അശ്ലീലങ്ങളും ഖുർആനിൽ എഴുതപ്പെട്ടിട്ടില്ല, പറയപ്പെട്ടിട്ടില്ല, നിങ്ങൾക്കത് കാണിക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഭൂതഭോഗം, പിൻദ്വാരം, മുൻദ്വാരം ഇതൊന്നും ഖുർആന്റെ ഭാഷ്യമല്ല. അതുകൊണ്ടാണ് അതില്ലാതിരിക്കുന്നത്. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നബി പറഞ്ഞു തന്നിട്ടുണ്ട് എന്നും മനസ്സിലാക്കുക. ഇനി ഇദ്ദേഹത്തിന്റെ അടുത്ത സംശയം നോക്കാം. അള്ള പറയുന്നത് വ്യക്തമാക്കാൻ മനുഷ്യർ എഴുതിയ തഫ്സീർ അസ്ബാബുൻ നുസൂൽ പൊക്കിപ്പിടിച്ച് നടക്കേണ്ട അവസ്ഥ ഇസ്ലാമിന്റെ പരിതാപകരമായ അവസ്ഥ വ്യക്തമാക്കുന്നു. സുഹൃത്തെ, ഇസ്ലാമിന് ഒരു പരിതാപകരമായ അവസ്ഥയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രസിദ്ധരായ സഹാബിമാരും അന്ന് അവരുടെ ജീവിതത്തിൽ പറഞ്ഞതും കേട്ടതും കാണിച്ചതും കാണിച്ചു തന്നതും നിഷേധിച്ചിട്ടുള്ളതും അംഗീകരിച്ചിട്ടുള്ളതും ഒക്കെ തന്നെയാണ് സബബുൻ നുസൂൽ എന്ന് പറയുന്നതിലുള്ളത്. ഇനി ഒരു മുസ്ലിം ഒരു സബബുൻ നുസൂൽ വായിക്കാതെ, അതിനെക്കുറിച്ചിട്ട് അറിയാതെ, അദ്ദേഹം ഖുർആൻ മാത്രം വായിച്ചുകൊണ്ട് അതിൽ കാണുന്ന വിഷയങ്ങൾ അദ്ദേഹം വിശ്വസിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ധാരാളമായി. സബബുൻ നുസൂൽ പഠിക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതിനെ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും വേണ്ടിയുള്ളതാണ് സബബുൻ നുസൂൽ. സാധാരണ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സബബുൻ നുസൂൽ ആവശ്യമില്ല. കാരണം ഈ പറഞ്ഞിട്ടുള്ള ആയത്ത്, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാണ് എന്നുള്ള ആയത്ത് അറബിയിൽ ഒരു വ്യക്തി വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് നന്മകൾ അതിൽ നിന്ന് ലഭിക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് സബബുൻ നുസൂൽ പൊക്കിപ്പിടിച്ച് വരേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല. അത് പഠിക്കാനും അതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗ്രന്ഥങ്ങൾ രചിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് സബബുൻ നുസൂൽ. സബബുൻ നുസൂൽ ഇല്ലാതെ തന്നെ ഒരു വിശ്വാസി ഖുർആന്റെ വിഷയത്തിൽ പൂർണ്ണനാണെന്ന് മനസ്സിലാക്കുക. ഇനി അദ്ദേഹത്തിന്റെ അടുത്ത സംശയത്തിലേക്ക് പോകാം. ഖുർആൻ 2:223 വായിച്ചാൽ ഭൂതഭോഗം അള്ളാഹ് നിഷിദ്ധമാക്കി എന്ന് എവിടെയാണ് ഉള്ളത്? ഇത് ഇദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറയുകയുണ്ടായി, ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹ് സുബ്ഹാനഹു വ തആലയുടെ കലാമാണ്. അതിലെ ആശയവും അതിലെ കലാമും അതിലെ ഭാഷയും ഒക്കെ അള്ളാഹുവിൻ്റെതാണ്. എന്നാൽ ഹദീസ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഷയാണ്, അതിന്റെ ആശയം അള്ളാഹുവിൻ്റെ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നില്ല വഹീ യൂഹ എന്നാണ്. നബി പറയുന്നത് വഹീ തന്നെയാണ്, അള്ളാഹ് അറിയിപ്പിച്ചു കൊടുത്തതാണ് നബി പറയുന്നത്, ഭാഷ നബിയുടേതാണ്. ഭൂതഭോഗം ഹറാമാണ്, കാഫിറാകും എന്ന് വരെ പറയുമ്പോൾ പിന്നെ എന്തിന്
ഈ ഖുർആന്റെ അകത്ത് 2:23 ഗുദഭോഗം നിഷേധിച്ചിരിക്കുന്നു, സത്യവിശ്വാസികളെ അറിയുക, ഗുദഭോഗം ഹറാമാണ്, അങ്ങനെ പറയണമെന്നാണോ പറയുന്നത്? അതിന്റെ ആവശ്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് വിശുദ്ധ ഗ്രന്ഥമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിന് യോജിക്കുന്ന രീതിയിലുള്ള ഉന്നതമായിട്ടുള്ള ഭാഷയാണ് ഖുർആനിലുള്ളത് എന്ന് അനിൽ മനസ്സിലാക്കുക. പിന്നെ അദ്ദേഹം ഖുർആന്റെ 2:223 കോട്ട് ചെയ്യുന്നുണ്ട്, അതൊന്ന് നോക്കാം. 2:223 നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാകുന്നു, അതിനാൽ നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങൾ നിങ്ങളുടെ കൃഷിയിടങ്ങൾ ചെല്ലാവുന്നതാണ്. ഇതിന്റെ വിശദ വിവരങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കമന്റ് ചെയ്തിട്ടുള്ള വീഡിയോയിലും വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ടത്, ഇവിടെ വന്ന് സംശയം ചോദിക്കുന്ന സ്ത്രീ എന്താണ് ചോദിക്കുന്നത്? എൻ്റെ ഭർത്താവ് എൻ്റെ പിന്നിൽ നിന്ന് എൻ്റെ മുൻദ്വാരത്തിലേക്ക് ബന്ധപ്പെടുന്നു. ആ മുൻദ്വാരത്തിലേക്ക് എന്നുള്ളത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ള വജീന എന്നുള്ളത് ജബ്ബാർ എന്ന് പറയുന്ന കള്ളൻ അദ്ദേഹം അത് വായിച്ചില്ല. പകരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പിന്നിൽ നിന്ന് ബന്ധപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പര് ഈ ചോദ്യം, സ്ത്രീ ചോദിച്ച ചോദ്യം വായിക്കുകയാണ്. സ്ത്രീയുടെ ചോദ്യം എന്താണ്? ആ സ്ത്രീ ചോദിക്കുന്നത്, എൻ്റെ ഭർത്താവ് എൻ്റെ പിന്നിൽ നിന്ന് എൻ്റെ മുൻദ്വാരത്തിൽ ബന്ധപ്പെടുന്നു. അങ്ങനെ ബന്ധപ്പെടുന്നത് കൊണ്ട് ആ സ്ത്രീക്ക് ഒരു പ്രശ്നവുമില്ല. ആ സ്ത്രീക്കെന്ന് മാത്രമല്ല, അന്ന് 6-ാം നൂറ്റാണ്ടിൽ അത്തരത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ള ആ സ്ത്രീയും ഭർത്താവും ഇന്ന് 2024 ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജാതി ഭേദ വർണ്ണ വർഗ ഭേദമന്യേ എല്ലാവരും, ഈ പറയുന്ന ജബ്ബാറും തൻ്റെ ഭാര്യ ഫൗസിയയെ ഈ സ്ത്രീ പറയുന്ന രീതിയിൽ 1, 2, 2 ഡസനോ 100-ൽ പരം തവണ അദ്ദേഹത്തിന്റെ 45 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. എല്ലാവരും അത്തരത്തിൽ ബന്ധപ്പെടുന്നുണ്ട്, ജൂതന്മാരൊഴികെ. കാരണം ജൂതന്മാരുടെ വിശ്വാസം, ഒരു സ്ത്രീയെ സൈഡാക്കി കിടത്തിക്കൊണ്ട് ഭർത്താവ് പിന്നിൽ നിന്ന് മുൻദ്വാരത്തിലേക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന കുട്ടികൾ കോങ്കണ്ണുള്ള കുട്ടികളായിരിക്കും. ഇതാണ് ഈ സ്ത്രീ വന്ന് പറയുന്ന സംശയം. എന്നാൽ ഈ സ്ത്രീയുടെ ഭർത്താവ് ബന്ധപ്പെടുന്ന രീതി അന്ന് മുതൽ ഇന്ന് വരെ ജബ്ബാറടക്കം ലോകത്തുള്ള എല്ലാവരും ചെയ്യുന്ന ഒരു രീതി തന്നെയാണ്. അതിൽ ഒരു തർക്കവുമില്ല, അത് നിഷിദ്ധവുമല്ല. ഒരു മതത്തിലും അത് നിഷിദ്ധവുമല്ല, പരിഷ്കൃത സമൂഹത്തിലും അത് നിഷിദ്ധവുമല്ല. എന്നാൽ സൈഡിൽ നിന്ന് ഭൂതഭോഗമാണ് ചെയ്യുന്നതെങ്കിൽ, മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, കാഫറാവും. അപ്പോൾ ഈ സ്ത്രീ ചോദിച്ചിട്ടുള്ളത് അവർക്ക് ഈ ബന്ധപ്പെടുന്നതിൽ പ്രയാസമല്ല, മറിച്ച് കുട്ടി കോങ്കണ്ണുള്ളതായിരിക്കും എന്നുള്ളതാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എത്ര അത്ഭുതമാണ് ഖുർആൻ എന്ന് പറയുന്നത് കൊണ്ടാണല്ലോ അതിന് മറുപടി കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാണ്. ഈ ആയത്തിന്റെ മഹത്വം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ബുദ്ധി വേണം, അല്ലെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതിനെ മനസ്സിലാക്കാൻ കഴിയണം. പണ്ഡിതന്മാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തമാക്കി കൊടുത്തിരിക്കുന്നത് 2 പേർക്കും സന്തോഷ വാർത്തയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ബന്ധപ്പെടുന്ന ഭർത്താവിന് അത് കുഴപ്പമില്ല എന്നുള്ള തെളിവാണ് ഈ ഖുർആൻ വാക്യത്തിലുള്ളത്. രണ്ടാമത് ആ സ്ത്രീക്കും മറുപടിയാണ്, അതായത് അങ്ങനെ കോങ്കണ്ണുള്ള കുട്ടികൾ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. എന്താണ്? നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാണ് എന്ന് പറയുമ്പോൾ ആ സ്ത്രീ സന്തോഷിച്ചാണ് പോകുന്നത്. പക്ഷേ ജബ്ബാർ പറയുന്നത് എന്താണ്? സ്ത്രീ നിരാശപ്പെട്ടു പോയി. അള്ളാഹു ഇറക്കിയ ആയത്താണ്, നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിസ്ഥലമാണ്, നിങ്ങൾ ഇച്ഛിക്കുന്ന വിധത്തിൽ അവിടെ പോയിട്ട് നിങ്ങൾ കൃഷി നടത്തിക്കോ എന്ന്. ഈ സ്ത്രീ ഇത് കേട്ടിട്ട് നിരാശയായി തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. തെറ്റാണ്. സ്ത്രീ സന്തോഷിച്ചാണ് പോയിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാകുന്നു എന്നുള്ളതിന്റെ തഫ്സീർ വിവരണം കൊടുത്തിരിക്കുന്നത്, ഒരു കർഷകൻ തൻ്റെ കൃഷിയിടത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു, അതിൽ കീടനാശിനി തെളിക്കാനും അതിന് ഉതകുന്ന വിത്ത് വിതക്കാനും അതിന് വേണ്ട രീതിയിൽ വെള്ളം നൽകാനും, വെള്ളം ഇല്ലാതാകുമ്പോൾ, മഴ ഇല്ലാതാകുമ്പോൾ വേവലാതി അദ്ദേഹത്തിന്റെ, മഴ കൂടിയാൽ വേവലാതി അദ്ദേഹത്തിന്റെ, നിറഞ്ഞു നിൽക്കുന്ന കതിരുകൾ മഴ കൂടുതൽ പെയ്ത് മുങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇദ്ദേഹം പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നു. അത്രയ്ക്ക് സ്നേഹമാണ് ഒരു കർഷകന് തൻ്റെ കൃഷിയിടം, അത്രയ്ക്ക് സ്നേഹമാണ്. ആ സ്നേഹം ഒരു ഭർത്താവിന് ഭാര്യയോട് ഉണ്ടാവണം. അപ്പോൾ ആ സ്ത്രീ സന്തോഷിച്ചാണ് പോകുന്നത്. തൻ്റെ ഭർത്താവിനോട് തന്നെ സ്നേഹിക്കാനുള്ള കൽപ്പന നബി തന്നിരിക്കുന്നു. ഒരു പുഷ്പം പോലെ, ഒരു പോറലേൽക്കാതെ, ഒരു ബുദ്ധിമുട്ട് ഏൽക്കാതെ, അത് ലൈംഗിക ജീവിതത്തിലാണെങ്കിലും അല്ലാതെയാണെന്നുണ്ടെങ്കിലും ആ സ്ത്രീയെ നിങ്ങൾ സ്നേഹിക്കും എന്നാണ് ഈ ആയത്തിൽ നിന്ന് വ്യക്തമാകുന്നത് എന്ന് ആ സ്ത്രീക്കും അറിയാം, സ്ത്രീയുടെ ഭർത്താവിനും അറിയാം, മുസ്ലിങ്ങൾക്കും അറിയാം. മുസ്ലിങ്ങളെ മാത്രമല്ല ലോക ജനതയെ സംബന്ധിച്ചിടത്തോളം, ലോക ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഖുർആൻ. അതിൽ പറയുന്നത് ഒരു സ്ത്രീയെ സൈഡാക്കി കെടുത്തുകയും എന്നിട്ട് അവരുടെ മുൻദ്വാരത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൽ ഒരു തെറ്റുമില്ല എന്നുള്ളതാണ് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അത് പിൻദ്വാരത്തിലാണെന്നുണ്ടെങ്കിൽ ഹറാമാണ്, കാഫിറാകും.
അതേപോലെ തന്നെ നിങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾ സ്നേഹിക്കുക. ഒരു കർഷകൻ തന്റെ കൃഷിയിടം സ്നേഹിക്കുന്ന രീതിയിൽ സ്നേഹിക്കുക എന്നാണ് ഈ ആയത്ത് നിങ്ങൾക്ക് നൽകുന്ന ആജ്ഞ. ഇനി ഈ ആയത്തിന്റെ ബാക്കി ഭാഗങ്ങൾ അനിൽ കോട്ട് ചെയ്തിട്ടൊന്ന് വായിക്കാം. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടത് നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കേണ്ടതാണ്. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും അവനുമായി നിങ്ങൾ കണ്ടുമുട്ടേണ്ടതുണ്ടെന്ന് അറിഞ്ഞിരിക്കുകയും ചെയ്യുക. കണ്ടില്ലേ, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ. നിങ്ങളുടെ സന്താനങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ബന്ധപ്പെടലുകളാണ് ആവശ്യം. നിങ്ങളുടെ സന്താനങ്ങളാണ് നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കേണ്ടത്. കാരണം നല്ല സന്താനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ സമാധാനങ്ങൾ ഉണ്ടാവും. വയസ്സാവുന്ന കാലത്ത് അവർ നിങ്ങൾക്കൊരു ആശ്രയമായിരിക്കും. അപ്പൊ അതുകൊണ്ട് മുൻകൂട്ടി ചെയ്യുക എന്ന് പറയുന്നത് ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം നിങ്ങൾ ചെയ്യുമ്പോൾ, നിങ്ങൾ ഭാര്യമാരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നിങ്ങൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് സന്താനങ്ങൾ ഉണ്ടാവേണ്ടതും വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വിഷയമാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇനി ആ ആയത്തിന്റെ അവസാന ഭാഗം, സത്യവിശ്വാസികൾക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക. കണ്ടോ, ഈ ആയത്തിൽ സന്തോഷ വാർത്ത അറിയിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് സന്തോഷ വാർത്ത? അത്തരത്തിലുള്ള പ്രവർത്തനം ബന്ധപ്പെടുന്ന രീതി, പിന്നിൽ നിന്ന് മുൻദ്വാരത്തിലേക്ക് ബന്ധപ്പെടുന്ന രീതി, അതിനെ വിരോധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. രണ്ടാമത്തത്, ഒരു സ്ത്രീയെ എത്രമാത്രം ബഹുമാനിക്കാനും സ്നേഹിക്കാനും നിങ്ങൾക്ക് കഴിയുന്നു അത്രമാത്രം സ്നേഹിക്കാനും ബഹുമാനിക്കാനുമുള്ള നിർദ്ദേശവും ഈ ആയത്തിലുണ്ട്. അതാണ് സന്തോഷ വാർത്ത. ആ സന്തോഷ വാർത്ത കിട്ടിയിട്ട് സന്തോഷവതിയായിട്ടാണ് സ്ത്രീ പോകുന്നത്. പക്ഷെ ജബ്ബാറിനത് മനസ്സിലാക്കാനുള്ള കഴിവില്ല. അദ്ദേഹം എന്താ പറയുന്നത്? സ്ത്രീ നിരാശയായിട്ട് പോയി എന്നാണ് പറയുന്നത്. അള്ളാഹു ഇറക്കിയ ആയത്താണ്, നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിസ്ഥലമാണ്, നിങ്ങൾ ഇച്ഛിക്കുന്ന വിധത്തിൽ അവിടെ പോയിട്ട് നിങ്ങൾ കൃഷി നടത്തിക്കോ എന്ന്. ഈ സ്ത്രീ ഇത് കേട്ടിട്ട് നിരാശയായി തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ജബ്ബാർ എന്ന് പറയുന്ന വ്യക്തി, ഇദ്ദേഹം ഒന്നുകിൽ മന്ദബുദ്ധിയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഒരു മാനസിക രോഗിയാണ്. ഇസ്ലാമിനെ കുറ്റം പറയുക എന്ന് മാത്രമുള്ളൊരു രോഗം പേറി നടക്കുന്ന ഒരു മനുഷ്യനാണ്. ഇനി ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അനിലിന് കലിപ്പ് അടങ്ങുന്നില്ല. അദ്ദേഹം ഈ കൃഷിഭൂമി ആയി കഴിഞ്ഞപ്പോൾ അവിടെ കലപ്പയും കൊണ്ടുവരുന്നുണ്ട്. അതൊന്ന് വായിച്ചു നോക്കാം. ഈ ആയത്തിൽ കൃഷിയിടം കലപ്പ് കൊണ്ട് പൂട്ടുന്നതാണ് ഉപമ, കൃഷി ചെയ്യുന്നതല്ല. വിത്ത് പ്രയോഗം ഒരിക്കൽ മതി, പക്ഷേ കലപ്പ പ്രയോഗം എന്നും നടത്താം. ഇയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ഭാര്യയും ഭർത്താവും വിവാഹിതരായി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന സമയങ്ങളിലൊക്കെ അവർ ബന്ധപ്പെടും. അതിനിപ്പോ നിങ്ങൾക്ക് എന്താ വിഷയം? ആ ബന്ധപ്പെടുന്നത് വ്യത്യസ്തമായ രീതികളിൽ അവർ ആസ്വദിക്കാൻ വേണ്ടി ഭാര്യയും ഭർത്താവും ഇഷ്ടപ്പെടുന്ന രീതികളെല്ലാം അവർ പ്രയോഗിക്കും. എക്സെപ്റ്റ് പിൻദ്വാരത്തിലൂടെയുള്ള പ്രവേശനം. ബാക്കി എല്ലാം അനുവദനീയം തന്നെയാണ്. എല്ലാ മതങ്ങളിലും എല്ലാ പരിഷ്കൃത സമൂഹത്തിലും അല്ലാത്ത സമൂഹത്തിലും ഒക്കെ ഇത് അനുവദനീയം തന്നെയാണ്. എന്നാൽ സ്വതന്ത്ര ചിന്തകർക്കും എമുക്കൾക്കും നിരീശ്വരവാദികൾക്കും അവർക്ക് പിൻദ്വാരത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ അച്ഛനും മകളും തമ്മിലോ അമ്മയും മകനും തമ്മിലോ സഹോദരനും തമ്മിലോ ഒക്കെ ബന്ധപ്പെടാം. അതിലൊന്നൊരു വിഷയമില്ല. ആ രീതിയിലുള്ള ആളുകളാണ് ഈ പരിഷ്കൃത സമൂഹത്തിലെ എമുക്കൾ, സ്വതന്ത്ര ചിന്തകർ, നിരീശ്വരവാദികൾ എന്നൊക്കെ പറയുന്നവർ. അതാദ്യം ഈ അനിൽ മനസ്സിലാക്കുക. നമ്മൾ ലൈംഗികതയെ കാണുന്നത് മ്യൂച്വൽ കൺസെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തോടെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല. ഈവൻ ഇൻ ഇൻസെസ്റ്റ് സെക്സ്, ഈവൻ ഇൻ ഇൻസെസ്റ്റ് സെക്സ്, ഈവൻ ഇൻ ഇൻസെസ്റ്റ് സെക്സ്. ഇഫ് ദേ ആർ വില്ലിംഗ്, ലെറ്റ് ദം ഡു. മനപ്രസാദ് പറഞ്ഞ ഇൻസെസ്റ്റ് സെക്സ് നിങ്ങൾ കേട്ടുവല്ലോ. അതിന്റെ മലയാളം ഇങ്ങനെയാണ്: ഇൻസെസ്റ്റ് സെക്സ് എന്നത് കുടുംബാംഗങ്ങളോ അടുത്ത ബന്ധുക്കളോ തമ്മിലുള്ള ലൈംഗിക പ്രവർത്തനമാണ്. സഹോദരൻ സഹോദരി, അച്ഛൻ മകൾ, അമ്മ മകൻ, കസിൻ അമ്മായി മരുമകൻ, അമ്മാവൻ മരുമകൾ, മറ്റ് ബന്ധങ്ങളുടെ സംയോജനം എന്നിങ്ങനെ രക്തബന്ധത്തിലുള്ള ആളുകൾ തമ്മിലുള്ള ലൈംഗിക പ്രവർത്തനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇത്തരം ലൈംഗികതയെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ജബ്ബാർ അടക്കമുള്ള സ്വതന്ത്ര ചിന്തകരും എമുക്കളും നിരീശ്വരവാദികളും എന്നുള്ളത് ഒരു വസ്തുതയാണ് സഹോദരങ്ങൾ. നിങ്ങളത് മനസ്സിലാക്കുക. ഈ ചോദ്യം ചോദിച്ചിട്ടുള്ള അനിൽ പ്രത്യേകിച്ചും മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീയുമായി തനിച്ചാകുന്നതിന് അതുവരെ വിരോധിച്ചിട്ടുണ്ട്. നിങ്ങളൊരു സ്ത്രീയുമായിട്ട് ഒറ്റക്കാവുന്നതിന് മൂന്നാമൻ ശൈത്താനായിരിക്കും, അത് പാടില്ല. പിന്നെ ഖുർആനിൽ നിങ്ങൾ വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് വലാ തഖ്റബൂദിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത്. അപ്പോൾ വ്യഭിചാരത്തോട് അടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും അട്രാക്റ്റ് ആവുന്ന വാട്സപ്പ് മെസ്സേജുകളോ അല്ലെങ്കിൽ നോട്ടമോ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഷെയ്ക്ക് ഹാൻഡോ, അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്ന സംസാരങ്ങളോ, ഇതൊക്കെ ചെയ്ത് അവസാനം അത് ദിനയിലെത്തും. അതുകൊണ്ട് ദിന ചെയ്യരുതെന്ന് പറയുന്നതിന് പകരം നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത്. എത്ര ഭംഗിയായിട്ടുള്ള വാക്കാണ്. അതായത് വ്യഭിചാരത്തോട് അടുക്കാൻ സാധ്യതയുള്ള നോട്ടവും വാക്കും പ്രവൃത്തിയും വസ്ത്രവും എല്ലാം തന്നെ വിട്ടു നിൽക്കുക.
ഇതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഖുർആന്റെ ആയത്തുകൾ മഹോന്നതമായിട്ടുള്ളതാണ്. മനസ്സിലാക്കാൻ കഴിവില്ലാത്ത മന്ദബുദ്ധികളെ സംബന്ധിച്ച് നമ്മൾ എത്ര പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കുക. ഇനി അനിൽ നായർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ അടുത്തൊരു കമന്റ് ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. അടിമഭോഗം ഖുർആൻ അനുവദിക്കുന്നുണ്ട്. പുരുഷന്മാർ യുദ്ധം ചെയ്താൽ തോറ്റ പുരുഷന്മാരുടെ അള്ള തന്നെ സൃഷ്ടിച്ച സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കി ഭോഗിക്കാം എന്ന് ഖുർആനുണ്ട്. മുഹമ്മദ് അടിമഭോഗം നടത്തുകയും ചെയ്തു. സുഹൃത്തെ, നിങ്ങൾ ഈ പറയുന്നത് ജബ്ബാർ ഏകദേശം 20-ൽ പരം വീഡിയോ ഇതിൽ ചെയ്തിട്ടുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്ന് കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുസ്ലിങ്ങൾക്ക് നേരെ യുദ്ധസന്നാഹത്തിന് കോപ്പ് കൂട്ടുന്ന മനുഷ്യരുടെ നാട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുന്ന് യുദ്ധത്തിന് പുറപ്പെടുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് രംഗത്ത് വന്നിട്ടുള്ള മനുഷ്യന്മാരും ആ മനുഷ്യന്മാരുടെ നാട്ടിലേക്കും മാർച്ച് നടത്തിക്കൊണ്ട് അവിടെ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ യുദ്ധത്തിൽ പങ്കെടുത്തുള്ള സഹാബിമാർ പലരും അതേ നാട്ടിൽ ഷഹീദാവുകയും അവരെ അതേ നാട്ടിൽ മറമാടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് യുദ്ധം ജയിച്ചതിന് ശേഷം അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടിയിട്ട് ഒരു യുദ്ധവും മുസ്ലിങ്ങൾ പോയിട്ടുള്ളത് അവർ തോറ്റിട്ടില്ല. എത്രയെന്നാൽ റോമാ സാമ്രാജ്യം കീഴടക്കുന്നത് വരെ അവർ തോറ്റിട്ടില്ല എന്ന് മനസ്സിലാക്കുക. സ്വന്തം ആത്മാവിനെ, സ്വന്തം ജീവനെ കയ്യിൽ പിടിച്ചു വേണ്ടി ഇസ്ലാമിന് വേണ്ടി പോരാടിയിട്ടുള്ള ആ മനുഷ്യർക്ക് കിട്ടിയിട്ടുള്ള സമ്മാനമാണിത്. ഏത് യുദ്ധത്തിൽ പിടിക്കപ്പെട്ടുള്ള പുരുഷന്മാരും സ്ത്രീകളും അതേപോലെ തന്നെ യുദ്ധമുതലുകളും. ഈ കൊണ്ടുവന്നിട്ടുള്ള ആളുകളെ, ഈ അതിൽ പങ്കെടുത്തിട്ടുള്ള സഹാബിമാർ അവർ പങ്കെടുത്തതിന് ശേഷം അവരിലെ POW പ്രിസണേഴ്സ് ഓഫ് വാർ എന്ന് പറഞ്ഞുകൊണ്ട് ജയിലിലിടാനാണോ പിടിച്ചിരുത്തിരിക്കുന്നത്? അല്ല. അവരെ സ്വന്തം സഹോദരങ്ങളെ പോലെ അവർ ഭക്ഷണം കൊടുക്കുന്നു, പാർപ്പിടം കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു, അവർക്ക് വേണ്ട പണികൾ അവർ ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ ഒരു കോപ്പറേഷനിൽ കൂടിയാണ് പിടിച്ചുകൊണ്ടുവന്നിട്ടുള്ളവർ ജീവിക്കുന്നത്. സ്ത്രീകളുടെ വിഷയത്തിൽ പ്രശ്നമുണ്ട്. അതെന്തെന്നാൽ ഒരു മനുഷ്യന് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു മേൽക്കൂരയ്ക്ക് താഴെ ഒരു സ്ത്രീയുമായിട്ട്, അതായത് അന്യ സ്ത്രീ എന്ന് പറയും, ഗൈർ മഹറം, അങ്ങനെയുള്ള സ്ത്രീകളുമായിട്ട് ഒരുമിച്ച് കഴിയാനുള്ള അനുവാദം ഇല്ല. അപ്പോൾ ഈ സ്ത്രീകളെ വലങ്കൈകൾ ഉടമപ്പെടുത്തുന്ന അടിമകളാക്കാൻ അള്ളാഹ് അനുവാദം നൽകി. അതായത് ഒരു പുരുഷന് 4 ഭാര്യമാരെ വെക്കാൻ പറ്റും. 4-ൽ കൂടുതൽ ഭാര്യമാരെ ഭാര്യയായിട്ട് മഹർ കൊടുത്തിട്ട് അവരെ ഭാര്യയാക്കാൻ കഴിയില്ല. അപ്പോൾ ഈ അടിമ സ്ത്രീകൾ എന്ന് പറയുന്നത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാര്യയുടെ മറുപുറമാണ്. അവർക്ക് മഹർ കൊടുക്കുന്നില്ല എന്ന് മാത്രം, പക്ഷേ എല്ലാവിധ റെസ്പെക്റ്റും ബഹുമാനവും ഒക്കെ കൊടുക്കുന്നു. ഭക്ഷണം കൊടുക്കുന്നു, പാർപ്പിടം കൊടുക്കുന്നു, വസ്ത്രം നൽകുന്നു, എല്ലാം ഒരു ഭാര്യക്ക് കൊടുക്കുന്നു. ആ സഹാബിമാരുടെ ഭാര്യമാർക്ക് അറിയാം ഈ വലങ്കൈകൾ ഉടമപ്പെടുത്തിയിട്ടുള്ള അടിമ എന്ന് പറയുന്നത് ഈ സഹാബിയുടെ ഭാര്യമാർ തന്നെയാണ്. അള്ളാഹുവിന്റെ നിർദ്ദേശം അതാണ്, അത് അവർക്കറിയാം. അപ്പൊ അള്ളാഹുവിന്റെ നിർദ്ദേശത്തെ മാനിക്കുന്ന ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം 3, 4, 5 അതിൽ കൂടുതലോ വലങ്കൈ ഉടമപ്പെടുത്തുന്ന അടിമകളെ വെക്കുന്നതിൽ ഒരു വിരോധവുമില്ല. നബിമാരുടെ സ്വന്തം ഭാര്യമാരും ഈ വലങ്കൈ ഉടമപ്പെടുത്തിയവരും ഒക്കെ സ്നേഹത്തോടു കൂടി ഒത്തൊരുമിച്ചാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വലങ്കൈ ഉടമപ്പെടുത്തിയിട്ടുള്ള ഭാര്യമാരെ, അതായത് അടിമയായിട്ടുള്ള ഭാര്യമാരെ ഭോഗിക്കുന്നതിൽ എന്താണ് തെറ്റ്? അതിനുവേണ്ടി തന്നെയാണല്ലോ അവരെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ജീവിതം നൽകുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് ഇദ്ദേഹം മനസ്സിലാക്കുക. ഇങ്ങനെയാണ്. അതേപോലെ തന്നെ ഭർത്താവിന്റെ മുമ്പിൽ വെച്ചിട്ട് വ്യഭിചരിക്കാൻ അനുവാദം കൊടുത്തു എന്ന് ഈ ആയത്തിന് ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ നിയമം അനുസരിച്ചിട്ട് ഒരു സ്ത്രീയുടെ ഭർത്താവ് ലോകത്തിന്റെ ഏതെങ്കിലും കോർണറിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ സ്ത്രീയെ മറ്റൊരാൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ല. എത്ര എന്നാൽ അദ്ദേഹം തലാക്ക് ചെയ്യാതെ. അപ്പോൾ പിടിച്ചുകൊണ്ടുവന്നിട്ടുള്ള സ്ത്രീകളുടെ ഭർത്താക്കന്മാർ അന്യനാട്ടിൽ ജീവിച്ചിരിക്കുന്നു, എങ്ങനെ ഞങ്ങൾ ഈ സ്ത്രീകളെ വിവാഹം കഴിക്കും? ഇതാണ് അവരുടെ ചോദ്യം. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി കൊടുത്തത്, അത് അവരുടെ നാട്ടിൽ അവർ ജീവിച്ചിരിക്കുന്നു, ഇവരിവിടെ യുദ്ധത്തടവുകാരാണ്, അവരിൽ നിന്ന് തലാക്കിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് അവരെ വലങ്കൈ ഉടമപ്പെടുത്തുന്ന നിങ്ങളുടെ അടിമകളാക്കാം, അവരുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം എന്നാണ് ഈ ആയത്ത്. എത്ര മഹോന്നതമായിട്ടുള്ള വിഷയമാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അതിനെ വക്രീകരിച്ച്, അതിനെ അശ്ലീകരിച്ച് ജനങ്ങളുടെ മുൻപിൽ ഇസ്ലാമിനെ ഇപ്പൊ പൊളിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ ഇസ്ലാമിനെ പൊളിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. 50 വർഷം ഇസ്ലാമിനെതിരെ സംസാരിച്ചു എന്നാണ് ജബ്ബാർ പറയുന്നത്. ഞാൻ കഴിഞ്ഞ എന്റെ 50 വർഷമായി നീണ്ട എന്റെ മതരഹിത ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളത് ഖുർആൻ ദൈവത്തിന്റെ പുസ്തകമല്ല എന്ന ഒരു ആശയത്തിനാണ്. ഈ 50 വർഷം സംസാരിച്ചിട്ട് ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജൻ എന്നൊന്നും നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്ക്. ഇന്നും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇസ്ലാം ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജൻ ഇൻ ദ വേൾഡ്. ലോകത്ത് ഇത് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാം. അതിന് താഴ്ത്തിടാൻ ആർക്കും പറ്റില്ല. ഒരു സമയമുണ്ട്, അള്ളാഹ് നിശ്ചയിച്ചിട്ടൊരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ ഇത് റിവേഴ്സ് ഗിയറിൽ വരും എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ നടക്കും. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ഇനി ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി കേൾക്കാം. മുഹമ്മദ് അടിമഭോഗം നടത്തുകയും ചെയ്തു. അള്ളാഹ് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ദൈവമാണെങ്കിൽ അടിമഭോഗം അനുവദിക്കില്ല.
ഇവിടെ അടിമഭോഗം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ തരം താഴ്ത്താൻ വേണ്ടി ശ്രമിക്കുന്ന വ്യക്തികൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദാഹരണമുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഭാര്യമാരെ പോലെ തന്നെയാണ് അടിമ സ്ത്രീകളെയും കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്കും അറിയാം, അതിൽ അവർക്കൊരു പരാതിയുമില്ല. അത് തന്നെയാണ് സഹാബിമാരുടെ വിഷയത്തിൽ നിന്ന് സഹാബിമാരുടെ ഭാര്യമാർക്കും അറിയാം. ഇത് അള്ളാഹ് അവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള എക്സ്ട്രാ ഭാര്യമാരാണ് എന്നവർക്കറിയാം. അപ്പോൾ ആ ഭാര്യമാരോട് സഹാബിമാരുടെ ഭാര്യമാർക്ക് വിരോധമോ വിദ്വേഷമോ പകയോ വെറുപ്പോ ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒത്തൊരുമിച്ചൊരു കൂട്ടുകുടുംബ ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കുക. ഇവിടെ മഹത്തായ വിഷയം എന്തെന്നാൽ, അതായത് അവിടെ യുദ്ധത്തിൽ തോറ്റിട്ടുള്ള വ്യക്തികളെ അവർ പിടിച്ചുകൊണ്ടുവരുന്ന സമയത്ത് അവർക്കൊരു ജീവിതം നൽകുകയാണ്, ഇസ്ലാമിന്റെ സന്ദേശം നൽകുകയാണ്, നേർവഴിക്ക് നയിക്കുകയാണ്, ഭക്ഷണം നൽകുകയാണ്, പാർപ്പിടം നൽകുകയാണ്, വസ്ത്രം നൽകുകയാണ്. അങ്ങനെ അവർക്കൊരു ഉന്നതമായിട്ടുള്ള ജീവിത നിലവാരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും അതിൽ നിന്ന് സന്താന പരമ്പരകൾ ഉണ്ടാവുകയും ജീവിതത്തിലേക്ക് അവർ മെച്ചപ്പെട്ട രീതിയിൽ കയറി വരികയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇദ്ദേഹം പറയുന്ന ഒരു വാനരസേനയെ കുറിച്ച് പറയുന്നുണ്ട്, അതൊന്ന് നോക്കാം. സീതാപഹരണത്തിന് ശേഷം നടന്ന രാമരാവണ യുദ്ധത്തിൽ തോറ്റ രാവണന്റെ കുടുംബത്തിലെ സ്ത്രീകളെ ഭഗവാൻ ശ്രീരാമൻ മാത്രമല്ല വാനരസേന പോലും തൊട്ടില്ല. വാനരസേന പോലും മ്ലേച്ഛമായി കണ്ടിരുന്ന അടിമഭോഗം അനുവദിക്കുന്ന അള്ളാഹ് ദൈവമല്ല. അടിമഭോഗം നടത്തുവാൻ മുഹമ്മദ് പ്രവാചകനുമല്ല. ശ്രീരാമനും വാനരസേനയും ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞിരുന്നത് ഇസ്ലാമിനെ അടക്കാൻ വേണ്ടിയിട്ട് അന്യമതസ്ഥരുടെ മഴുക്കോൽ ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം ഇസ്ലാമിൽ തന്നെ ഇസ്ലാമിനെ അടക്കാനുള്ള ആ മഴുക്കോലും മാനദണ്ഡവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അത് മതി അവർക്ക്. മറ്റു മതസ്ഥരുടെ മഴുക്കോൽ ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ ശ്രീരാമനും വാനരസേനയും അവരെ ഉപേക്ഷിച്ചു പോകുന്നതിനേക്കാൾ എത്രയോ നന്നായിരിക്കും ഇസ്ലാമിന്റെ രീതി അനുസരിച്ചുകൊണ്ട് ആ സ്ത്രീകളെയൊക്കെ അവർക്ക് ഭക്ഷണവും പാർപ്പിടവും വസ്ത്രവുമൊക്കെ നൽകി അവരെ നല്ല ഉന്നമനത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ അവർ ശ്രമിച്ചിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു എന്നും കൂടി ചിന്തിക്കേണ്ടതുണ്ട്. ഇനി മുനീർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ഒരു കമന്റ് ഉണ്ട്. ആ കമന്റും കൂടി വായിച്ചതിന് ശേഷം നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ജബ്ബാർ മാഷിന് അറബി അറിയേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഓരോ വ്യക്തിയുടെ തർജ്ജമ വെച്ചാണ് വിഷയം അവതരിപ്പിക്കുന്നത്. കണ്ടില്ലേ, ജബ്ബാർ മാഷെ പ്രകീർത്തിക്കുകയാണ്. ജബ്ബാർ മാഷ് മറ്റുള്ളവരുടെ തർജ്ജമ മുന്നിൽ വെച്ച് അത് വായിച്ചിട്ട് അതിൽ നിന്നാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അറബി അറിയേണ്ട ആവശ്യമില്ല എന്നുള്ളത്. എത്രമാത്രം മനുഷ്യരുടെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കണം. കാരണം 50 വർഷമായി ഇദ്ദേഹം ഈ ബ്രെയിൻ വാഷിംഗ് നടത്തി. ഞാൻ കഴിഞ്ഞ എന്റെ 50 വർഷമായി നീണ്ട എന്റെ മതരഹിത ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളത് ഖുർആൻ ദൈവത്തിന്റെ പുസ്തകമല്ല എന്ന ഒരു ആശയത്തിനാണ്. പല ആളുകളും ഇദ്ദേഹത്തിന്റെ ജബ്ബാറിന്റെ വലയത്തിൽ പെട്ടുപോയിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ജബ്ബാർ പറയുന്നത്, ജബ്ബാർ കുറെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അദ്ദേഹം മുന്നിൽ അതങ്ങോട്ട് വായിക്കും. വായിച്ചതിന് ശേഷം കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ വകയായിട്ട് അങ്ങോട്ട് ഫിറ്റ് ചെയ്യും, അസത്യങ്ങൾ. ഉദാഹരണത്തിന് ഈ കൃഷിയിടം എന്ന ആയത്തിൽ ഒരു സ്ത്രീ വന്ന് ചോദിക്കുന്നത് എന്റെ ഭർത്താവ് എന്റെ പിന്നിൽ നിന്ന് എന്റെ മുൻദ്വാരത്തിൽ ബന്ധപ്പെടുന്നു എന്നുള്ളത്, അദ്ദേഹം ആ മുൻദ്വാരം എന്നുള്ളത് യോനി എന്നുള്ളത് വായിച്ചില്ല, എന്നിട്ട് പിന്നിൽ നിന്ന് ഉപഭോഗം നടത്തുന്നു എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. വളരെ കൂളായിട്ട് അദ്ദേഹം തെറ്റിദ്ധരിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ആ സ്ത്രീയുടെ ഒരു അംബാസിഡർ ആയിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, കണ്ടില്ലേ, അതായത് അൻസാരികളായിട്ടുള്ള സ്ത്രീകളെ മുഹാജിറുകളായിട്ടുള്ള മക്കത്ത് നിന്ന് വന്നിട്ടുള്ള പുരുഷന്മാർ അവരെ ലൈംഗിക അതിക്രമം അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ, അവർ അസഹ്യമായ രീതിയിൽ അൻസാറുകളായ സ്ത്രീകളെ വിവാഹം ചെയ്ത, അതല്ലെങ്കിൽ അൻസാറുകളായ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട മക്കക്കാരായ പുരുഷന്മാർ ആ സ്ത്രീകൾക്ക് പരിചയമില്ലാത്തതും അവർക്ക് അസഹ്യവുമായ രീതിയിൽ അവരുടെ ശരീരത്തിൽ ലൈംഗികമായിട്ടുള്ള അതിക്രമങ്ങൾ കാണിച്ചു. അതായത് പിൻഭാഗത്തുകൂടെയൊക്കെ ഭോഗിക്കുന്നത് ഈ അൻസാർ സ്ത്രീകൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല, അവർക്കത് പരിചയം ഉണ്ടായിരുന്നില്ല. അവരത് വളരെ അസഹ്യമായിട്ടും അത് വളരെ തെറ്റായിട്ടുമാണ് കണക്കാക്കിയിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത കഥകൾ അദ്ദേഹം പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജനങ്ങൾ വിചാരിക്കുന്നത് ഇദ്ദേഹം പ്രമാണം വെച്ചുകൊണ്ട് നേർക്ക് നേരെ പറഞ്ഞിട്ട് ഇദ്ദേഹം ഈ പോയിസൺ, ഈ വിഷം അദ്ദേഹം കുത്തിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആ സ്ത്രീ സന്തോഷവതിയാവുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത്തരത്തിലൊരു ബന്ധപ്പെടുന്നതിനെ കുറിച്ചിട്ട് ആ സ്ത്രീക്ക് ഒരു അപരാധിയുമില്ല. കാരണം അത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത്
ലൈംഗിക വിഷയത്തിലുള്ള വ്യത്യസ്തമായ പോസുകളിൽ പെട്ടിട്ടുള്ള ഒരു ഭാഗമാണത്. ആ സ്ത്രീക്ക് അതൊരു വിഷയമല്ല. വിഷയം കോങ്കണ്ണുണ്ടാവുന്ന കുട്ടി ഉണ്ടാവുക എന്നുള്ളതാണ്. അതിനെ ആണ് ചോദ്യത്തിന്റെ മർമ്മം. ആ മർമ്മം ഒളിച്ചു വെച്ചുകൊണ്ട് ഇത് ഒരു ഭൂതഭോഗമാക്കി അവതരിപ്പിക്കുകയാണ് ജബ്ബാർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തെക്കാളും പെരും കള്ളനായിട്ടുള്ള ഒരു വ്യക്തി ലോകത്ത് എവിടെയെങ്കിലും കാണാൻ കഴിയില്ല. എത്രയോ ആളുകൾ ഖുർആൻ വിവരിക്കുന്നുണ്ട്, എത്രയോ ആളുകൾ ഇസ്ലാമിക വിമർശനം നടത്തുന്നുണ്ട്. പക്ഷെ ഇതുപോലെ കള്ളത്തരങ്ങൾ കൊണ്ട് അതിജീവിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ ലോകത്ത് വേറെ എവിടെ ഉണ്ടാവുകയല്ല എന്ന് ഈ മുനീർ എന്ന ഈ ചോദ്യകർത്താവ് മനസ്സിലാക്കുക. ഇതോടുകൂടി ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.